കെ ജെ ഷൈൻ ടീച്ചർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ചിന്ത പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ താങ്കളുടെ ആ പോരാട്ടത്തിന് അതിന് വലിയ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് തന്നെ ഈ ചർച്ചയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുക കൂടിയാണ്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ ഒരു ഐക്കണായി തന്നെ താങ്കളെ അവതരിപ്പിക്കണം എന്നുള്ള താല്പര്യത്തിൽ തന്നെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കളോട് ചോദിക്കണമെന്ന് കരുതുകയും ചെയ്യുന്നത്. നോക്കൂ ടീച്ചർ, വാസ്തവത്തിൽ നമ്മളിത് ആലോചിക്കുകയാണെങ്കിൽ ഈ പ്രചാരണങ്ങൾക്കൊക്കെ വാസ്തവത്തിൽ മണിക്കൂറുകളുടെ മാത്രം ആയുസാണുള്ളത്. ഇപ്പോൾ അന്ന് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് താങ്കൾ മറ്റൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണ് എന്നതടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് അന്വേഷിച്ചാൽ പൊളിഞ്ഞു പോകാവുന്ന ഒട്ടും അടിത്തറയില്ലാത്തൊരു വലിയ കളവാണിത്. അങ്ങനെ ഒരു കളവ് ചീട്ടുകൊട്ടാരം പോലെ പടച്ചുണ്ടാക്കുക, അത് പ്രധാനപ്പെട്ട നേതാക്കളടക്കം വ്യാപകമായി പ്രചരിപ്പിക്കുക, ഒന്ന് പരിശോധിച്ചാൽ പൊളിഞ്ഞു പോകാവുന്ന ഒരു കള്ളത്തിന് ഈ നിലയിൽ പ്രചാരണം കോൺഗ്രസ് നേതാക്കളടക്കം നൽകുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് താങ്കൾ ചിന്തിച്ചോ ഈ മണിക്കൂറുകളിൽ? നമസ്കാരം എല്ലാവർക്കും. പറഞ്ഞ നല്ല വാക്കുകൾക്കും സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. എല്ലാവർക്കും, ഇത് കാണുന്നവർക്കും കേരളത്തിലുള്ള എല്ലാ കൂടെ നിന്ന ആളുകൾക്കൊക്കെ സന്തോഷം. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പലരും വിളിച്ചിട്ടുണ്ട്, പലരും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കടന്നു വന്നപ്പോൾ ശ്രീ ചിന്ത ജെറോമിൻ്റെ സംസാരമാണ് കേട്ടത്. ഞാനിപ്പോൾ അങ്ങനെ വലിയൊരു ആളാണ് എന്നുള്ളൊരു ധാരണയൊന്നും എനിക്കില്ല. ഏറ്റവും സാധാരണ സ്ത്രീകൾ മുതൽ ഇത്തരത്തിൽ അപവാദം പ്രചരണം നടത്തുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തർ ജീവിക്കുന്ന ഏത് തട്ടിലാണോ ആ തട്ടിൽ നിന്നുകൊണ്ട് അവർ നേരിടുന്ന അപവാദ പ്രചരണങ്ങൾ ചിലപ്പോൾ കുടുംബത്തിനകത്താവാം, അല്ലെങ്കിൽ അവർ തൊഴിലിടങ്ങളും കുടുംബവും മാത്രമായി ജീവിക്കുന്ന സ്ത്രീകളാകാം. ഒരു സ്ത്രീയും അവളുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവളുടെ ലൈംഗികതയിൽ നിന്ന് അതുമായി വെച്ച് ഉപയോഗിക്കുന്ന ലൈംഗിക വൈകൃതത്തിൽ നിന്നും അപവാദ പ്രചരണങ്ങളിൽ നിന്നും മുക്തയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ആഴം പൊതുജീവിതം അതിൻ്റെ ജീവിതത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് വർദ്ധിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഓരോരുത്തരും പ്രതികരിക്കുക. അപ്പം ഞാനിവിടെ ഒരു സാധാരണ രീതിയിൽ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് ശേഷം നിങ്ങളെന്നെ അറിയുന്നത് കൊണ്ട് ഞാൻ പ്രതികരിക്കുന്നത് മാധ്യമങ്ങൾ എന്താ പറയുക കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാനെന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. എനിക്കതിന് അങ്ങനെയുള്ളൊരു ധാരണ എനിക്കില്ല. മറിച്ച് ഏത് സ്ത്രീകളും ഏത് പുരുഷന്മാരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീകൾക്ക് മാത്രമല്ല മാനാഭിമാനങ്ങളുള്ളത്, പുരുഷന്മാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവർക്കെല്ലാവർക്കും അഭിമാനത്തോടു കൂടി അന്തസ്സോടു കൂടി ജീവിക്കാൻ മൗലികമായ അവകാശമുള്ള ഉറപ്പ് നൽകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ അന്തസ്സാർന്ന ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ എവിടെയൊക്കെ വെച്ച് നമ്മൾ നേരിടുന്നുവോ, എവിടെ വെച്ചുണ്ടാകുന്നുവോ അവിടെ വെച്ച് തന്നെ പ്രതികരിക്കാനുള്ളൊരു കരുത്ത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കണം. അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അല്ലാതെ കുറേ സ്ത്രീകൾ ഇത് ഇട്ടിട്ട് പോയി, അവർ വിഷമിച്ചു പോയി, ചിലർ ആത്മഹത്യ ചെയ്യുന്നു, പ്രയാസപ്പെടുന്നു, പിന്നെ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇത്തരത്തിലുള്ള കുറ്റവാസനയുള്ളവർ അവർക്കൊരു ഒരു വളമാണ്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് എവിടുന്ന? ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പ്രതികരിക്കൽ മാത്രമല്ല, ഒരാളെ കൊണ്ട് മാത്രം വൃത്തിയാക്കാൻ പറ്റുന്ന വൃത്തികേടുകളല്ല കുറച്ച് ആളുകളിൽ നിന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാത് സന്ദർഭങ്ങളിൽ അതാത് തട്ടുകളിൽ ഈ സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന ഇത്തരം മനോവൈകൃതത്തെ തിരുത്താനോ അല്ലെങ്കിൽ അതിനെ നിയമപരമായി നേരിടാനോ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു ശാശ്വതമായൊരു മാർഗം, പരിഹാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ റോള് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്യുന്നു.